10,000 കോടി ജനങ്ങളുള്ളിടത്ത് 2 പേരെ കർത്താവിനെ സ്നേഹിച്ചുള്ളൂ, അവരെ ചെല്ലത്തുള്ളൂ. ബാക്കിയെല്ലാം പോക്കാം. അത് നമ്മൾ അറിയണം. ഈ ബാക്കിയുള്ളവരുടെ പേരിലും പരിശുദ്ധമേ വരുമെന്നില്ലേ പറഞ്ഞത്? അതെങ്ങനെ വരുന്നു? അന്ത്യകാലത്ത് സകല ജലത്തിന്മേലും. അത് ഈ വിശ്വസിച്ചവർക്ക് കിട്ടി. അത് വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന പ്രവചനം അല്ല, എല്ലാവർക്കും കിട്ടുന്നില്ല. അന്ത്യകാലത്ത് സാറിനും എനിക്കും മറ്റുള്ളവരും അത് വാഗ്ദത്തമാണ്. എല്ലാവർക്കും വാഗ്ദത്തം. പക്ഷെ വാഗ്ദത്തത്തിന് വേണമെങ്കിൽ എന്ത് വേണം? രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാൻ്റെയും ദാനമാണ്. ദാനം സ്വീകരിക്കാനുള്ള മനസ്സ് വേണം. വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ഇത് കൊടുക്കത്തുള്ളൂ. സാർ ഇവിടെ ഇപ്പം 500 നോട്ട്, ഒരു 10,000 500 നോട്ട് ഈ മേശപ്പുറത്ത് മുറ്റത്തൊരു മേശ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ട് അനൗൺസ് ചെയ്തിരുന്നു, ഇന്നിവിടെ ഏത് വരുന്ന വ്യക്തിക്കും ഇതിൽ ഒരു നോട്ട് ഫ്രീ ആണ്, എടുത്തുകൊണ്ട് പോവാം. ഞാൻ വന്നില്ലെങ്കിലോ? എല്ലാവർക്കും എന്നുള്ള വാഗ്ദത്തമാണ്. ഞാൻ വന്നില്ലെങ്കിലോ എനിക്ക് കിട്ടുമോ? ഇനി വന്നിട്ട് ഞാൻ എടുത്തില്ലെങ്കിലും എനിക്ക് കിട്ടുമോ? എനിക്ക് അവൻ്റെ പൈസ വേണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എനിക്കിത് കിട്ടുമോ? അപ്പോൾ അത് എടുക്കണമെങ്കിൽ ഞാൻ താഴ്മയുള്ളവനായിരിക്കണം. കർത്താവ് എനിക്കിത് ഭാഗം ചെയ്യുന്നത് സാറിനെ ബഹുമാനിക്കുന്നവനായിരിക്കണം. അല്ല എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, കർത്താവ് പറഞ്ഞു സകല മനുഷ്യൻ രക്ഷപ്രാപിക്കാനാണ് ദൈവം ആശിക്കുന്നത്. 100% അല്ല, 100% രക്ഷപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നിന്റെ മനസ്സിനെ ആശ്രയിച്ചാതിരിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാൻ, വേണ്ടെങ്കിൽ തള്ളിക്കളയുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. നമ്മൾ വിശുദ്ധരാകാൻ ദൈവം വിശുദ്ധിയിലേക്ക് വന്നു. അത് ശിഷ്യന്മാരോടല്ലേ പറഞ്ഞത്? അല്ല, എല്ലാവരോടും അല്ല. ശിഷ്യന്മാരോട് പറഞ്ഞത്.